ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തന്തൂരി ചിക്കനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണയായി തന്തൂരി ചിക്കന് കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഇത് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ചിക്കൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തന്തൂരി മസാലയാണ് കേട്ടോ, റെഡിമെയ്ഡായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന തന്തൂരി മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം നമ്മൾ ചെറിയ പീസാണെന്നുണ്ടെങ്കിലും വലിയ പീസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എങ്കിലേ നമ്മൾ മസാലയൊക്കെ ഇതിനുള്ളിൽ പിടിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബട്ടറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഇതിന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പം കൂടുതലൊന്നും ബട്ടർ ആവശ്യമില്ല, കുറച്ച് മതി. 1 ടീസ്പൂണോളം ബട്ടർ മതി. അപ്പോൾ നമ്മൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെ വെച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ആ ഒരു സ്മോക്കി സ്മെല്ല് വരുന്നതാണല്ലോ മെയിനായിട്ടും നമ്മുടെ തന്തൂരി ചിക്കൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പുകച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കനലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിരട്ടയുടെ കനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിരട്ട നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് കനലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇതിൻ്റെ നടുവിലായിട്ടൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് പുക വരും. ആ ഒരു പുക വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ സ്മോക്കി സ്മെല്ലൊക്കെ നമ്മുടെ ചിക്കൻ പീസസിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയായി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.